ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 മിനിറ്റ്സ് റെസിപ്പിയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ചോപ്പറിലാണ് ചോപ്പ് ചെയ്യുന്നത്. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടണം. പിന്നെ അതുപോലെ തന്നെ ഇത് മാറ്റിയിട്ട് തക്കാളിയും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം, അതും വളരെ ചെറുതായിട്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ സമയം കളയാതെ കുക്കിംഗ് തുടങ്ങിയാലോ? അപ്പോൾ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഒണിയൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഇതാ ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികൾ മൂത്ത് നല്ല ഒരു മസാലയുടെ മണം വരുന്ന സമയത്ത് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് കൈ എടുക്കാതെ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. വലിയ വലിയ ഉണ്ടകളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചുടച്ച് ചെറിയതായിട്ട് നല്ല എല്ലാം കൂടെ ഒന്ന് ഒരു പൊടി മസാല പോലെ ആക്കിയെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് പെപ്പർ പൊടിച്ചത് 1 ടീസ്പൂണും പിന്നെ കുറച്ച് ഫ്രഷ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, ഞാൻ റെസിപ്പിയുടെ പേര് പറഞ്ഞില്ലല്ലേ. എഗ് ബുർജി റോളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എഗ് ബുർജി റോളിനുള്ള എഗ് ബുർജി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോളാക്കിയെടുക്കാം. ഞാനിവിടെ ചപ്പാത്തിയാണ് എടുത്തിരിക്കുന്നത് റോളാക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ശകലം കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇതാ ലാസ്റ്റ് ശകലം കൂടെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഓരോ ചപ്പാത്തിയായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു എഗ് ബുർജി വെച്ചിട്ട് നമുക്ക് റോളാക്കാം. ഒട്ടും സമയമില്ലാത്തപ്പം ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ബാച്ചിലേഴ്സിനാണെങ്കിലും പിന്നെ മക്കളുടെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനാണെങ്കിലും പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു റെസിപ്പി നല്ല ബെസ്റ്റ് റെസിപ്പിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് കമൻറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണേ. താങ്ക്